ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. മെസ്സിയും യമാലും നേർക്കുനേർ വരികയാണ്. അതും വേൾഡ് കപ്പിൻ്റെ കലാശ പോരാട്ടത്തിൽ. നാളെ അർദ്ധരാത്രിയാണ് സ്പെയിനും അർജൻറ്റീനയും തമ്മിലുള്ള വേൾഡ് കപ്പിൻ്റെ ഫൈനൽ മത്സരം നടക്കുക. ഈ മത്സരത്തിലെ ഏറ്റവും വലിയ ശ്രദ്ധാകേന്ദ്രങ്ങൾ അത് ലയണൽ മെസ്സിയും യമാലുമാണ്. ഏതായാലും ഇതേക്കുറിച്ച് മെസ്സി ഇപ്പോൾ സംസാരിച്ചിട്ടുണ്ട്. അതായത് യമാൽ ഒരു മികച്ച താരമാണ്, അവനെ ഒരുപാട് കാലമായി താൻ ഫോളോ ചെയ്യുന്നുണ്ട്, കാരണം അവൻ ബാഴ്സയ്ക്ക് വേണ്ടിയാണ് കളിക്കുന്നത്. യമാലിനും സ്പെയിനിനും ഞങ്ങൾക്കെതിരെ അവരുടെ ഒരു ബെസ്റ്റ് ഡേ ഉണ്ടാവാതിരിക്കട്ടെ എന്ന് താൻ പ്രതീക്ഷിക്കുന്നു എന്നാണ് ഇപ്പോൾ മെസ്സി പറഞ്ഞിട്ടുള്ളത്. അതായത് യമാലും സ്പെയിനും അർജന്റീനക്കെതിരെ മികച്ച പ്രകടനം നടത്തരുത്, അവരുടെ ബെസ്റ്റ് ഡേ ഉണ്ടാവരുത് എന്നാണ് താൻ ആഗ്രഹിക്കുന്നത് എന്നാണ് മെസ്സി ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്: യമാൽ ഒരു ഫന്റാസ്റ്റിക് താരമാണ്. ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു ക്ലബിന് വേണ്ടിയാണ് അവൻ കളിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ അവനെ കൃത്യമായി ഫോളോ ചെയ്തിട്ടുണ്ട്. യമാൽ ഉള്ളത് ബാഴ്സയെ സംബന്ധിച്ചിടത്തോളം ഒരു ഭാഗ്യമാണ്, കാരണം അദ്ദേഹത്തിന് സംഭവിക്കുന്ന നല്ല കാര്യങ്ങളെല്ലാം ബാഴ്സക്കും നല്ലതാണ്. ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെയൊരു സന്ദർഭത്തിൽ എത്തി എന്നുള്ളത് അവിശ്വസനീയം തന്നെ. അവൻ കുഞ്ഞായിരിക്കുമ്പോൾ അവനൊപ്പം ഒരു ഫോട്ടോ എടുത്തവനാണ് ഞാൻ. ഇപ്പോൾ ഞങ്ങൾ രണ്ടുപേരും എത്തി നിൽക്കുന്നത് നോക്കൂ. ജീവിതം മുഴുവനും സർപ്രൈസുകൾ നിറഞ്ഞതാണ്. മത്സരത്തിൽ മികച്ച പ്രകടനം നടത്താൻ ഞങ്ങൾ ശ്രമിക്കും. യമാലിനും അദ്ദേഹത്തിൻ്റെ ടീമിനും അവരുടെ ബെസ്റ്റ് ഡേ ഉണ്ടാവാതിരിക്കട്ടെ എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇതാണ് ഇപ്പോൾ മെസ്സി യമാലിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. ജീവിതം മുഴുവനും സർപ്രൈസുകൾ നിറഞ്ഞതാണ്. അതായത് മെസ്സി യമാലിനൊപ്പം ഒരു ഫോട്ടോഷൂട്ട് നടത്തിയിരുന്നു. ഇപ്പോഴിതാ രണ്ടുപേരും വേൾഡ് കപ്പിൻ്റെ ഫൈനലിൽ എത്തി നിൽക്കുകയാണ്. വേൾഡ് കപ്പിൻ്റെ ഫൈനലിൽ മുഖാമുഖം വരികയാണ്. അതുകൊണ്ടാണ് ജീവിതം മുഴുവനും സർപ്രൈസുകൾ നിറഞ്ഞതാണ് എന്ന് മെസ്സി ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത്. ഏതായാലും ആരായിരിക്കും ഈ കലാശ പോരാട്ടത്തിൽ തിളങ്ങുക എന്നുള്ളതാണ് ആരാധകർക്ക് അറിയേണ്ടത്. ഇവിടെ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു കാണാം.